നമസ്തേ. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കുണ്ടഞ്ചാൽ യോഗി മഠത്തിലാണ്. കുണ്ടഞ്ചാൽ യോഗി മഠം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ പുതിയൊരു വഴിയും നമുക്ക് വരാം, കൊറ്റാളി വഴിയും നമുക്ക് വരാം. പനങ്കാവ് എന്ന ദേശത്താണ് ഈ കുണ്ടഞ്ചാൽ യോഗി മഠം സ്ഥിതി ചെയ്യുന്നത്. അതീവ പോസിറ്റീവ് എനർജിയുള്ള ഹൈ പവറുള്ള ഒരു മഹാക്ഷേത്രമാണ് കേട്ടോ. നൂറ്റാണ്ടുകൾ കാലപ്പഴക്കമുണ്ട്. കാലം നിർണ്ണയിക്കാൻ സാധ്യമല്ലെന്നാണ് പറഞ്ഞത്. എൻ്റെ ഗുരുനാഥൻ്റെ ശിഷ്യൻ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ അധികാരിയായിട്ടുള്ളത് കേട്ടോ. ഒന്ന്. രണ്ടാമത് ഇവിടെ ഇതാണ് യോഗീശ്വരൻ ഇരിക്കുന്ന സ്ഥാനം ഇവിടെയാണ് ഉള്ളത്. പിന്നെ ഇവിടെയുള്ളത് ഭഗവതിയാണ്. ഭഗവതിയും ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഞാൻ നേരത്തെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഭഗവതിയുണ്ട്, നാഗരാജ സാമീപ്യമുണ്ട്, ഗുളിക സാമീപ്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരു വള്ളിക്കെട്ടിൻ്റെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ നഗരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ക്ഷേത്രം ഇരിക്കുന്നത്. ഇപ്പോൾ കുറേ വള്ളിക്കെട്ടൊക്കെ പോയി കേട്ടോ. എല്ലാം ഉണങ്ങിയിട്ടും മരങ്ങളെല്ലാം ഉണങ്ങിയിട്ടും ഒക്കെ അങ്ങനെ പോയി. അദ്ദേഹവും ഞാനും ഒരു ഗുരുവിൻ്റെ കീഴിലായിരുന്നു വിദ്യാഭ്യസിച്ചത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പിന്നെ ഭഗവതിയും യോഗീശ്വരനും ഇരിക്കുന്ന സ്ഥാനം അവിടെയാണ്. പിന്നെ നീരൊഴുക്ക് നല്ലോണം നീരുറവുള്ള സ്ഥലമാണ്. പിന്നെ അവിടെ തന്നെ വലിയൊരു ചെറിയൊരു പിന്നെ ഒരു കണ്ണീർ തടാകം പോലത്തെ ഒരു ചെറിയൊരു കുളമുണ്ട്. വന്നാൽ നിങ്ങൾക്ക് പോകാൻ തോന്നില്ല. ഇദ്ദേഹമാണ് നമ്മളെ ഇവിടെ ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കുന്ന അദ്ദേഹമാണ്. ഇതിൻ്റെ അധികാരി പിന്നെ അദ്ദേഹം നിൽക്കുന്നത് വടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് കാലമായി കണ്ടിട്ട് ഇവിടെ മഹാചണ്ഡി ഹോമമൊക്കെ നടന്നിട്ടുണ്ട്. ഗുരുനാഥൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ വന്നിട്ടുണ്ട് മുമ്പിട്ട്. അപ്പോൾ അതിസുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഞാൻ ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ ഇതുപോലുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതൽ ഒന്നും പറയാനില്ല. ഇതിൻ്റെ കാലപ്പഴക്കവും മറ്റുള്ളതൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനാൽ താൽക്കാലികമായി നാം ഇപ്പം ഇത് നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചു തരുവാണ്. കണ്ട് ആസ്വദിച്ച് വന്നോളൂ. എന്നാൽ നല്ല നമസ്കാരം. ശിവോഹം. ഇതിൻ്റെ അധികാരിയുടെ പേര് പത്മനാഭൻ എന്നാണ്. ശ്രീ പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാനും അദ്ദേഹം ഒരു ഗുരുവിൻ്റെ കീഴിൽ കൗള സമ്പ്രദായം പഠിച്ചിട്ടുണ്ട്. അപ്പം നാം പഠിച്ചത് 2 സ്ഥലത്ത് വെച്ചിട്ടാണ്. ആദ്യം വടകരയിൽ നിന്നായിരുന്നു. പിന്നീടാണ് ഞാൻ ഇവിടെ വൈത്തിരിയിലേക്ക് മാറിയത്. അപ്പോൾ നിങ്ങൾ കാഴ്ചയെല്ലാം കണ്ടിട്ട് എല്ലാം നല്ല നല്ല കമൻറ്റ്സ് അയക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ലോകജനതയുടെ മുന്നിലേക്ക് ഈ കാഴ്ചകളും എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മഴ ആയതുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. വയനാട്ടിലൊക്കെ ആയിരുന്നു പോകേണ്ടത്. വയനാട്ടിൽ നിന്ന് 2 തവണ പോയി ഇപ്പം മടങ്ങി വരിക ചെയ്തത്. കാരണം അത്രയും ശക്തമായ മഴയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മണ്ണിടിച്ചിലും കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റുന്നില്ല. ബ്ലോക്കൊന്നുമില്ല, പക്ഷെ എന്നാലും പോകാൻ പറ്റുന്നില്ല. എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പം ഇനി ഞാൻ വീണ്ടും കുറച്ച് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലേക്ക് തന്നെയാണ് ചിത്രീകരണം തുടങ്ങുന്നത്. അതിനിടയിൽ വീഡിയോ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ കണ്ണൂർ ജില്ലയിൽ തന്നെ ഞാൻ കുറച്ച് ക്ഷേത്രങ്ങളും കൂടി വിനീഷാട്ടൻ നമുക്ക് കാണിച്ചു തരും. വിനീഷാട്ടൻ നല്ലൊരു മനുഷ്യനാകട്ടെ. അദ്ദേഹം വിനേഷ് പോയി എല്ലാ ക്ഷേത്രങ്ങളും അദ്ദേഹം പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യൻ നമുക്ക് വഴിക്ക് വെച്ച് കിട്ടിയപ്പം ചാടിപ്പോകാൻ തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പണിയൊക്കെ അദ്ദേഹം എന്താ പറയുക കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് എനിക്ക് പാഞ്ഞു വരുന്നത്, എൻ്റെ കൂടെ ഓടിയെത്തുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ലോങ്ങല്ലാണെങ്കിൽ അദ്ദേഹം നമ്മളെ കൂടെ ലീവാക്കിയിട്ട് വരേണ്ടി വരും. അപ്പം ഒത്തിരി കഷ്ടപ്പെട്ടും വിഷമിച്ചും പ്രയാസപ്പെട്ടിട്ടുമാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ നിങ്ങളെ മുന്നിൽ ചിത്രീകരിച്ച് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. പിന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. എന്നാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും റിലീസ് ആകുമ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളരികിലേക്ക് എത്തുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും സ്നേഹവുമായിട്ടാണ് ഞാനത് കാണുന്നത്. നല്ല നല്ല കമൻറ്റ്സ് അയക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ലോകജനതയുടെ മുന്നിലേക്ക് ഈ കാഴ്ചകളും നമ്മുടെ ദേശത്തെ ഇങ്ങനെയുള്ള ചൈതന്യമുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് തീർച്ചയായും നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. ഈ ക്ഷേത്രത്തിന് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇവിടെ ഒത്തിരി ഇനി പണികൾ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ പത്മനാഭൻ വരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം വടകരയാണ് എന്നുള്ളത്. അപ്പം അദ്ദേഹം വരാറുണ്ട് ഇവിടെ. എല്ലാ സമയത്ത് നമ്മുടെ സ്വാമിയാണ്, ഇദ്ദേഹമാണ് വിളക്ക് കത്തിക്കാറ്.
യോഗി മഠത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ച മഹായോഗി മഹാമുനി തപസ് ചെയ്ത സ്ഥലമാണെന്ന് നാം വിശ്വസിക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ലേ, നൂറ്റാണ്ടുകൾ കാലപ്പഴക്കമുള്ള ഒരു മഹാഗുരു ഇരിക്കുന്ന സ്ഥാനവും കൂടിയാണ്. അപ്പോൾ ഇവിടെ ചണ്ടിയോമൊക്കെ നടന്നു പറഞ്ഞില്ലേ, ഇതാ കണ്ണീർ തടാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വെള്ളം ഒഴുകി 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 ഇങ്ങനെ വരും. ഇരുടായി പോയി, എന്നാൽ നല്ല മഴക്കാർ വന്നതാണ്. എന്താ അത്രയും കാടിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഇപ്പം. അപ്പം നല്ല നമസ്കാരം. കാഴ്ചകളൊക്കെ കണ്ട് അഭിപ്രായം പറയുക, കൂടെ കൂടുക. പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി യോഗീശ്വരന് മുന്നിൽ നിന്ന് താൽക്കാലികമായിട്ട് നാം വിട പറയുകയാണ്. നിങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുക. ഇതാണ് യോഗീശ്വരൻ ഇരിക്കുന്ന സ്ഥാനം കേട്ടോ. നല്ല നമസ്കാരം.